നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്തിക ഇതിനകത്താണോ? അതെ. ആ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. മോളെ, അച്ഛാ, എന്റെ ലൈഫ് പോയി. ഞാനിനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മോളെന്താ ഇങ്ങനെ പറയുന്നത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് അച്ഛനോട് പറയാമായിരുന്നില്ലേ? അച്ഛനോട് എന്തേലും പറഞ്ഞ നന്ദേട്ടൻ എന്നെ കൊന്നുകളെ. പലതവണ ഞാൻ അച്ഛനോടെല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴൊക്കെ നന്ദേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ട് അച്ഛൻ ഞാനൊന്നും പറയാത്തെ. ആ, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് മരിച്ചാ മതിയായിരുന്നു. ആ, അങ്ങനെ ഒന്നും പറയാതെ. ഇപ്പോ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്തിനാ നീ ഇത് ചെയ്തത്? അച്ഛനറിയോ, നന്ദേട്ടൻ എന്നോട് ഒരടുപ്പവും സ്നേഹവും കാണിക്കുന്നില്ല. ഞാനൊരു പെണ്ണല്ലേ, ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം എനിക്കുമില്ലേ. ഡോക്ടറെ കാണാനൊന്നും നന്ദേട്ടൻ സമ്മതിക്കുന്നില്ല അച്ഛ. ഇപ്പോ ഒരു ശത്രുവിനെ പോലെയാ നന്ദേട്ടൻ എന്നോട് പെരുമാറുന്നേ. അവനോട് ഞാൻ സംസാരിക്കാം. അച്ഛൻ ഇനി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നന്ദേട്ടൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്ത് തീരുമാനം? എന്നെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഡിവോഴ്സ് പെറ്റീഷൻ എന്നോട് ഒപ്പിട്ട് കൊടുക്കാനാ നന്ദേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിതെങ്ങനെ സഹിക്കും അച്ഛാ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അതാണ് നിനക്കും എനിക്ക് നല്ലത്. ശത്രുക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം അകന്നു പോകുന്നത് തന്നെയാണ്. ഇനി എന്നെ നന്ദേട്ടൻ ഡിവോഴ്സിന് നിർബന്ധിച്ച ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. എന്റെ മരണത്തിന് നന്ദേട്ടൻ മാത്രം ഉത്തരവാദിയെന്ന് ഞാൻ മരണക്കുറിപ്പിൽ എഴുതി വെക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്യച്ചാ? മോൾ അബദ്ധമൊന്നും കാണിക്കരുത്. എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്ന അച്ഛൻ പറയുന്നത്? ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്ത നന്ദേട്ടന് അത് കോടതി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.